ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ മഹാഗണപതേ നമ. ഓം ദും ദുർഗായേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 8-ാം അധ്യായം പ്രഹ്ലാദ നാരായണ സമാഗമം. 6-ാം അധ്യായത്തിൽ നരനാരായണ ഋഷിമാരുടെ തപസ്സിൽ വേപതുപൂണ്ട ഇന്ദ്രൻ ദേവസ്ത്രീകളെയും കാമദേവനെയും ദേവന്മാരെയും ഉപയോഗിച്ച് തപസ് മുടക്കാനായി യത്നിക്കുന്നതാണ് കണ്ടത്. പക്ഷെ അവരുടെ ശ്രമം പരാജയപ്പെടുകയും അപ്സര സ്ത്രീകളെക്കാൾ അതിസുന്ദരിയായ ഉർവശിയെ നാരായണ ഋഷി തൻ്റെ ഊരുവിൽ നിന്നും സൃഷ്ടിക്കുന്നതും അതുവഴി ദേവസ്ത്രീകൾ ലജ്ജിച്ച് തല താഴ്ത്തി ഭഗവാനോട് മാപ്പിരക്കുന്നതും കണ്ടു. തന്നോട് വരം ചോദിക്കാൻ ദേവസ്ത്രീകളോട് നാരായണ ഋഷി പറയുകയും അതിൽ നിന്നും അവർ നാരായണ ഋഷിയോട് തങ്ങളുടെ ഭർത്താവാകുക എന്ന വരം ചോദിക്കുകയും ചെയ്തു. 16,000-ഉം 9-ഉം ചേർന്ന ആ ദേവസ്ത്രീകൾ മുനീന്ദ്രരായ നരനാരായണന്മാരെ സേവിച്ച് കഴിയാമെന്ന് പറയുകയും ഉർവശി അടങ്ങുന്ന ദേവസ്ത്രീകളെ ഇന്ദ്രലോകത്തേക്ക് വിടുക എന്നും അദ്ദേഹത്തോട് പറയുകയാണ്. ആകപ്പാടെ വിഷമത്തിലകപ്പെട്ട നാരായണ മഹർഷി ഇനി എന്തു ചെയ്യേണ്ടോ എന്ന് വിചാരിച്ചു നിൽക്കുന്നതും അപ്സരസ്സുകളുടെ ഈ ഒരു ആവശ്യത്തെ എങ്ങനെ നിരാകരിക്കുമെന്നും ചിന്തിച്ച് നിൽക്കുന്നതുമാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. തുടർന്ന് 7-ാം അധ്യായത്തിൽ എങ്ങനെ അഹങ്കാരം എല്ലാ നാശത്തിനും കാരണമാകുന്നു എന്ന് പറയുകയും അഹങ്കാരത്താൽ നരനാരായണ ഋഷിമാർ ഒരിക്കൽ പ്രഹ്ലാദനോട് പോലും യുദ്ധം ചെയ്യേണ്ടതായി വന്നു എന്നത് നരൻ നാരായണനോട് പറയുന്നതായും വ്യാസർഷി പറയുന്നു. അപ്പോൾ എന്തായിരുന്നു നരനാരായണന്മാർ പ്രഹ്ലാദനോട് യുദ്ധം ചെയ്യാനുണ്ടായ കാരണമെന്ന് ജനമേജയ മഹാരാജാവ് ചോദിക്കുന്നതും തൻ്റെ അച്ഛൻ്റെ ഗതി ഇപ്പോൾ എന്താണ്, അഹങ്കാരം വന്നപ്പോൾ സംഭവിച്ച തെറ്റിൻ്റെ ഫലമായി അദ്ദേഹം ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നതെന്നും ഒക്കെ വ്യാസഭഗവാനോട് ചോദിക്കുന്നതായിട്ടാണ് അഹങ്കാരാവർത്തനം എന്ന 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. 8-ാം അധ്യായത്തിൽ ഈ കഥ, അതായത് പ്രഹ്ലാദനും നരനാരായണ ഋഷിമാരും യുദ്ധത്തിലേക്കെത്തിയതെങ്ങനെയെന്ന് വിശദമാക്കുകയാണ്. സൂതൻ ഏവം പാരീക്ഷിതൻ ഭൂപൻ സംശയങ്ങൾ കഥിക്കവേ വിസ്തരിച്ചൊക്കെയും ചൊന്നാൻ വ്യാസൻ സത്യവതീസുതൻ. ഉത്തരാസൂനുവാമച്ഛൻ തൻ്റെ ദുശ്ചരിതങ്ങളെ കേട്ടു വൈരാഗ്യമാർന്നാനധർമ്മിഷ്ഠൻ ജനമേജയൻ. വിപ്രാവമാന പാപത്താൽ മുക്തിയറ്റ പിതാവിനെ സമുദ്ധരിക്കാനായി തന്നെ നിശ്ചയിച്ചു നൃപോത്തമൻ. പുന്നാമ നരകത്തിങ്കൽ നിന്നും തൻ്റെ പിതാവിനെ ത്രാണനം ചെയ്കയാൽ പുത്രശബ്ദം സ്വാർത്ഥം മുനീന്ദ്രരെ. മുനിശാപം കൊണ്ടു സർപ്പം കടിച്ചുത്തരതൻ സുതൻ. സ്നാനദാനാദി കൂടാതെ ചത്തു മാളിക തന്നകം. ഈ വാർത്തയും പിതാവിൻ ദുർഗതിയും കേട്ടു ഖിന്നനായി ഭയവിഹ്വലനായി തീർന്നു പാരീക്ഷിത മഹീപതി. ഗൃഹാഗതൻ വ്യാസമുനിയോടു ചോദിച്ചു സാദരം നരനാരായണന്മാർ തൻ ബൃഹത്തായുള്ളൊരക്കഥ. വ്യാസൻ രൗദ്രൻ ഹിരണ്യകശിപു ഹനിക്കപ്പെട്ടനന്തരം വാഴിക്കപ്പെട്ടു രാജാവായി പ്രഹ്ലാദൻ തത്സുതൻ നൃപ. ദേവവിപ്രാർച്ചകൻ ദൈത്യരാജൻ നാടു ഭരിക്കവേ സശ്രദ്ധം വിവിധം യജ്ഞം ചെയ്താർ സാമന്തമന്നവർ. ഭൂസുരന്മാർ ചെയ്തു തപോധർമ്മതീർത്ഥാടനാദിയും
വൈശ്യരേർപ്പെട്ടു തൊഴിലിൽ ശൂദ്രർ ശുശ്രൂഷണത്തിലും. പിന്നെ പാതാളത്തിലാക്കി നൃസിംഹം ദൈത്യരാട്ടിനെ. നാടുവാണാനങ്ങുതാനാ പ്രജാക്ഷേമൈക തത്പരൻ. രേവാനദീലോങ്കാരകുണ്ഠസ്നാനത്തിനേകദാ പുറപ്പെട്ടാൻ ഭൃഗുസുതൻ ച്യവനാഖ്യൻ മഹാമുനി. ആ മഹാനദിയിൽ ചെന്നിറങ്ങി സ്നാനം കഴിച്ചുടൻ കരയ്ക്കണയവേ ഘോരസർപ്പമൊന്നം മുനീന്ദ്രനെ കടിച്ചു പാതാളഭൂവിൽ താഴ്ത്തിയപ്പോൾ ഭയത്തൊടും. സ്മരിച്ചാൻ തന്നകക്കാമ്പിൽ ഭഗവാൻ വിഷ്ണുദേവനെ. ശ്രീവിഷ്ണുവെ സ്മരിച്ചപ്പോൾ പന്നകം വിഷഹീനനായി രസാതലമണഞ്ഞിട്ടു മഴൽ പൂണ്ടില്ല മാമുനി. കോപിച്ചെന്നെ ശപിച്ചാലോ മഹാനാണിം മുനീശ്വരൻ എന്നു ശങ്കിച്ചലസനായി വിട്ടാൻ നാഗം മുനീന്ദ്രനെ. നാഗകന്യാപൂജിതനായി നടന്നു മുനിസത്തമൻ പ്രവേശിച്ചാൻ നാഗദാനവന്മാർ വാഴും മഹാപുരം. ഒരു നാളപ്പുരം തന്നിൽ ചരിക്കും ഭൃഗുപുത്രനെ കണ്ടാൻ പ്രഹ്ലാദനാം ധർമ്മതത്പരൻ ദൈത്യഭൂപതി. അത്താപസേന്ദ്രനെ കണ്ടു പൂജിച്ചു ദിതിജേശ്വരൻ ഉടനാരാഞ്ഞു പാതാളാഗമനത്തിൻ്റെ കാരണം. ദൈത്യവിദ്വേഷമാളുന്നൊരിന്ദ്രനെന്നാടു കാണുവാൻ പറഞ്ഞയച്ചതോ തത്ര ഭവാനെ സത്യമോദണം. ച്യവനൻ ദൂതനായിട്ടെന്നെ അങ്ങേ രാജ്യം കാണാനയക്കുവാൻ മഖവാവാമിന്ദ്രനെ കൊണ്ടെനിക്കെന്തുള്ളു ഭൂപതേ. ധരിക്ക ഭൃഗുപുത്രൻ ഞാൻ സ്വതന്ത്രൻ ധർമ്മതത്പരൻ. ഇന്ദ്രൻ ചൊല്ലിയയച്ചോ ഞാനെന്നു ശങ്കിക്ക വേണ്ട നീ. നർമ്മദാ പുണ്യതീർത്ഥത്തിൽ കുളിക്കാനായിറങ്ങിനേൻ. ദൈത്യേന്ദ്ര വൻപാമ്പൊന്നെന്നെ അന്നേരം പിടികൂടിനാൻ. സ്മരിച്ചു വിഷ്ണുവെ പെട്ടെന്നതു നിർവിഷനായി നൃപ. തത്പ്രഭാവത്താൽ നാഗമെന്നെ കൈവിട്ടു തത്ക്ഷണം. ഇങ്ങു വന്നങ്ങയെ കാണാനേവം സാധിച്ചു ഭൂപതേ. വിഷ്ണുഭക്തൻ ഭവാൻ ഞാനും തദ്ഭക്തനിതി കാൺക നീ. വ്യാസൻ ചുരുക്കിച്ചൊന്നൊരാ വാക്യമീ വണ്ണം കേട്ടു ദാനവൻ ചോദിച്ചിതോരോ തീർത്ഥത്തെപ്പറ്റിയും മോദവായ്പൊടും. പ്രഹ്ലാദൻ ഏതൊക്കെ പുണ്യതീർത്ഥങ്ങളുണ്ടു മന്നിൽ ദ്വിജോത്തമ. സ്വർഗപാതാളങ്ങളിലും വിസ്തരിച്ചോതുകിങ്ങു നീ. ച്യവനൻ മനോവാക്കായ ശുദ്ധർക്കു തീർത്ഥമോരോ പദത്തിലും അശുദ്ധഹൃദയന്മാർക്കു ഗംഗയും കെടുനീർക്കുഴി. പാപങ്ങളെന്നിയേ ചിത്തമാദ്യമേ ശുദ്ധമെങ്കിലോ തീർത്ഥങ്ങളെല്ലാം പരിശുദ്ധങ്ങളായി താൻ ഭവിച്ചിടും. ഗംഗാതീരത്തിലുണ്ടല്ലോ പരക്കെ നഗരങ്ങളും ഗ്രാമങ്ങൾ പുൽക്കുടിലുകളങ്ങാടികൾ തെരുക്കളും. പറയത്തെരുവും മുറ്റും മുക്കുവപ്പുല്ലുമാടവും ഹൂണൻ വങ്കൻ കസൻ മ്ലേച്ഛർ തൊട്ടോർതൻ ഭവനങ്ങളും. അങ്ങുള്ളോരൊക്കെയും ഗംഗാ നീർക്കുടിപ്പൂ സുധോപമം. ഇഷ്ടപ്പടി കുളിക്കുന്നു ഗംഗയിൽ 3 നേരവും. ഒരുത്തൻ പോലും അവരിലില്ലല്ലോ ശുദ്ധചിത്തനായി. അതിനാൽ വിഷയാബദ്ധർ എന്തേ തീർത്ഥത്തിനാൽ ഫലം. എല്ലാറ്റിനും ഹേതു മനസ്സത്രേ മറ്റൊന്നുമല്ലതാൻ. മനസ്സു ശുദ്ധമാക്കേണം ശുദ്ധിച്ചിക്കുവോൻ സദാ. ഉള്ളിൽ കള്ളത്തൊടും വാഴ്വു തീർത്ഥത്തിൽ പാപമേറിയോർ
അനന്തമായി തീർന്നിടുന്നു തത്ര ചെയ്തോരു പാപവും. പഴുത്താലും സാധു കരമല്ലല്ലോ കാട്ടുവെള്ളരി, ശുദ്ധനാകാ പാപിയെത്ര തീർത്ഥസ്നാനം കഴിക്കിലും. ശുഭേച്ഛു ശുദ്ധമായാദ്യം വയ്ക്കണം തന്മനസ്സിനെ, ദ്രവ്യത്തിൻ ശുദ്ധി ചിത്തത്തിൻ ശുദ്ധി കൊണ്ടേ ഭവിച്ചിടൂ. ഉണ്ടാമപ്പോൾ കർമ്മശുദ്ധി തഥാ തീർത്ഥഫലം വരും, അന്യഥാ ചെയ്തിടും കാര്യം വ്യർത്ഥമായി തീരുമപ്പോഴേ. തീർത്ഥസ്നാനം ചെയ്യിക്കിൽ നീച സംസർഗത്തെ ത്യജിക്കണം, ഭൂതകാരുണിയും വേണം കർമ്മബുദ്ധികളിൽ സദാ. പുണ്യതീർത്ഥങ്ങളിനി ഞാൻ ചൊല്ലാം ചോദിക്കയാൽ ഭവാൻ, ആദ്യം നൈമിഷമാം തീർത്ഥം പുഷ്കരം ചക്രതീർത്ഥവും. മഞ്ഞിലുള്ള അന്യതീർത്ഥങ്ങൾക്കില്ല കയ്യും കണക്കുമേ, പുണ്യസ്ഥാനങ്ങളും സംഖ്യയറ്റുണ്ടു നൃപോത്തമാ. വ്യാസൻ ഇതു കേൾക്കേ നൈമിഷത്തിൽ ചെല്ലാനായി ദാനവോത്തമൻ, ഉറച്ചു ദൈത്യരെ ഷട്ടം കെട്ടിനാൻ തുഷ്ടചിത്തനായി. പ്രഹ്ലാദൻ എഴുന്നേൽപ്പിൻ മഹാന്മാരെ, പോക നൈമിഷമിന്നു നാം, കാണാമല്ലോ മഞ്ഞളാടയോലുമക്കമലാക്ഷനെ. വ്യാസൻ വിഷ്ണുഭക്തനവൻ പ്രേരിപ്പിക്കയാൽ ദൈത്യരൊക്കെയും, സാമോദമവനോടൊത്തു പാതാളം വിട്ടിറങ്ങിനാൻ. നൈമിഷാരണ്യത്തിലെത്തി ഭക്തിപൂർവം കുളിച്ചുടൻ, പ്രഹ്ലാദനവരോടൊത്തു തീർത്ഥം തോറും നടക്കവേ. സരസ്വതീ മഹാപുണ്യ തീർത്ഥം നൽ തെളിനീരുമായി, പ്രഹ്ലാദനാം മഹാത്മാവു കണ്ടാനവിടെ മന്നവാ. അതിപാവനമസാരസ്വത തീർത്ഥത്തിലങ്ങനെ പ്രസന്നമാം മനസ്സോടും കുളിച്ചു വിധി പോലവൻ, ദാനാദി കർമ്മങ്ങൾ ചെയ്തു വാണാന പുണ്യഭൂമിയിൽ. പ്രഹ്ലാദ നാരായണ സമാഗമം 8ാം അധ്യായം സമാപ്തം. ഓം ശ്രീ ജഗദംബായേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. 9ാം അധ്യായം പ്രഹ്ലാദയുദ്ധം. വ്യാസൻ തീർത്ഥകർമ്മങ്ങൾ വടിവിൽ ചെയ്തൊരദാനവാദിപൻ, പടർന്നു പന്തലിച്ചുള്ളൊരാൽമരം കണ്ടു മുന്നിലായി. കണ്ടാനഗ്രം തേച്ചുകൂർത്ത നാനാജാതിശരങ്ങളെ, കഴിവിൽ തൂവലും ചേർന്നു തത്ര മിന്നുന്നതായവൻ. ഋഷ്യാശ്രമത്തിലി പുണ്യ തീർത്ഥദേശത്തിലിങ്ങനെ ശരങ്ങൾ കാണുവാനെന്തേ ഹേതുവെന്നോർത്തു ദാനവൻ. പെട്ടെന്നു കണ്ടാനവിടെ ധർമ്മൻ തൻ്റെ തനൂജരെ, ഉയർന്ന ചെഞ്ചിടക്കെട്ടും മാന്തോൽ പട്ടയുമണ്ടതായി. അവർ തൻ മുന്നിലായി കണ്ടാൻ പൂർണ്ണലക്ഷണമൊത്തതായി, ശൈവ വൈഷ്ണവചാപങ്ങൾ നിറഞ്ഞുള്ളവനാഴിയും. നരനാരായണന്മാരാം മഹാത്മാക്കൾ ഋഷീന്ദ്രരെ, ധർമ്മപുത്രന്മാരെ അവൻ കണ്ടാൻ ധ്യാനത്തിൽ വാഴ്വതായി. ക്രോധത്താൽ കൺചുവന്നോതി തക്ഷണം ദൈത്യപുങ്കവൻ, ധർമ്മധ്വംസകമാം ഡംഭമെന്തേ നിങ്ങൾ പുലർത്തുവാൻ. ലോകത്തിലെങ്ങും കണ്ടില്ല കേട്ടുകേൾവിയുമില്ലമേ, വില്ലേന്തും തീവ്രതപസ്സനുഷ്ഠിക്കലുമൊപ്പമായി. തപസ്സു വിപ്രന്നു യുക്തം, വില്ലേന്തുന്നതു യുക്തമോ അയുക്തമാണ് കലിയൻ ധർമ്മമിന്നികൃതത്തിലും. പരിഹാസ്യം ചിടക്കെട്ടും ആവനാഴി ധരിക്കലും,
മുനിവേഷം പൂണ്ടു നിങ്ങൾ ധർമ്മത്തെ താൻ ത്യജിക്കയോ. വ്യാസൻ പ്രഹ്ലാദൻ തൻ വാക്കുകേട്ടു ചൊന്നാനുത്തരമായി നരൻ. തനിക്കെന്തേ ചിന്തയിന്നി തപസ്സിൽ ദാനവാദിപ. മിടുക്കുണ്ടെങ്കിലൊരുവൻ കേമനായിത്തീരുമേതിലും. രണ്ടു കാര്യത്തിലും ഞങ്ങൾ കീർത്തി കേട്ടോർ സമർത്ഥരും. തപസ്സിലും പോരിലുമുണ്ടിങ്ങു സാമർഥ്യമൊപ്പമായി. എന്തു വേണം പുലമ്പാതെ പോയാലും നിന്റെ പാട്ടിൽ നീ. മൂഢൻ നിനക്കെന്തറിയാം ദുർജ്ഞേയം ബ്രഹ്മവൈഭവം. ശുഭമിച്ചിപ്പവൻ ചെയ്യാൻ പാടില്ല മുനി ചർച്ചകൾ. പ്രഹ്ലാദൻ മൂഢതാപസരാം നിങ്ങൾ വെറുതെ ഭള്ളുരയ്ക്കയാം. ധർമ്മത്തെ ചിറകെട്ടി കാക്കുന്ന ഞാനിങ്ങിരിക്കവേ. അയുക്തമിദ്ധർമ്മലോപം തീർത്ഥക്കരയിതിൽ ധ്രുവം. എന്തു നിൻ ശക്തി പോരിങ്കല്ലതും കാണട്ടെ താപസ. വ്യാസൻ അതു കേട്ടുത്തരം ചൊന്നാൻ നരൻ തൽക്ഷണമിങ്ങനെ. നിനക്കീ ബുദ്ധിയാണെങ്കിൽ ചെയ്ക പോരിവനോടുടൻ. തകർത്തേക്കാം നിന്റെ മണ്ടയിന്നു ഞാനസുരാധമാ. നിനക്കു പോരിലെന്നെന്നും ശ്രദ്ധ പിന്നെയുദിച്ചിടാ. വ്യാസൻ ആ വാക്കു കേട്ടു ബലവാനായൊരദാനവേശ്വരൻ പ്രതിജ്ഞയൊന്നെടുത്താൻ ഈ വണ്ണം കോപിഷ്ഠനായിത്തതാ. നരനാരായണന്മാരാം ദാന്തരാമീ ഋഷീന്ദ്രരെ എന്തുപായം പ്രവർത്തിച്ചും തോൽപ്പിക്കുന്നുണ്ടു ഞാൻ ബലാൽ. വ്യാസൻ എന്നുറച്ചാശു ദൈത്യേന്ദ്രൻ കയ്യിൽ തൻ വില്ലെടുത്തുടൻ. കുലച്ചു കുഴിയെ പിന്നെ ഉണ്ടാക്കി ചെറുഞാണൊലി. വില്ലേന്തി നരനും തീവ്രനിശിതം ബാണസഞ്ചയം പൊഴിച്ചു വൻക്രോധമൊടും പ്രഹ്ലാദോപരി മന്നവാ. മുറിച്ചു തങ്കപ്പിടിയാണ്ട ബാണങ്ങളാലുടൻ ദൈത്യവരൻ ശരങ്ങൾ മുറിഞ്ഞു തന്നമ്പുകളെന്നു കണ്ടു നരൻ പൊഴിച്ചാൻ ശരമാരി വീണ്ടും. ഓരോന്നുമെയ്തെയ്തു മുറിച്ചു കൂരമ്പുതിർത്തു ദേവാരി നരന്റെ മാറിൽ. രോഷാന്തനായഞ്ചു ശരങ്ങൾ ദൈത്യവക്ഷസിൽ നന്നായി നരനും പൊഴിച്ചു. നിരന്നു വാനത്തു വിമാനമേറി ഇന്ദ്രാദിയാം വിണ്ണവർ പോരു കാണാൻ. നരന്റെയും ദൈത്യവരന്റെയും പോർമിടുക്കു കണ്ടേവരുമാശു വാഴ്ത്തി. ശർഗം മഹാചാപമെടുത്തു ഹേമപുംഖങ്ങളാമമ്പുകൾ തൂകിനാൻ നരൻ. ദൈത്യേന്ദ്രനും വില്ലുകുലച്ചു മേഘം പേമാരി തൂകും പടി പെയ്തിതമ്പുകൾ. സുരാരിയും പാർത്ഥിവനും മുറയ്ക്കീ മട്ടുഗ്രമായി പോരിലിടഞ്ഞു മുട്ടി. ചൊരിഞ്ഞിതാകാശപഥത്തിൽ നിന്നും പൂമാരി വിണ്ണോരതിമോദപൂർവം. കോപിച്ചു ദൈത്യാധിപനങ്ങു നിൽക്കും നാരായണൻ മേലുമുതിർത്തു ബാണം. ഛേദിച്ചിതത്തീഷ്ണശരങ്ങൾ തീവ്ര ശുകങ്ങളാൽ ശ്രീഹരിയും തദാനീ. വലിച്ചുവിട്ട കൂരമ്പാൽ പ്രഹ്ലാദൻ മൂടിദേവനെ. സുസ്ഥൻ നാരായണൻ നിത്യൻ വീരൻ ധർമ്മതനൂജനെ. തേച്ചുകൂർപ്പിച്ച കൂരമ്പിൻ നിരയാൽ ദാനവേന്ദ്രനെ പ്രഹരിച്ചാൻ തുരുതിരെ നാരായണ ഋഷീന്ദ്രനും. ജയഘോഷം മുഴക്കിക്കൊണ്ടമ്പരാന്തത്തിലൊക്കെയും നിരന്നു ദാനവന്മാരും സുരരും പോരു കാണുവാൻ. അവർ തൻ ശരവർഷത്താൽ ആകാശം മൂടി നിൽക്കയാൽ
പകലും കൂരിരുൾ ചാർത്താൽ രാത്രികാലം കണക്കെയായി. സുരാസുരന്മാരന്യോന്യം ഓതി വിസ്മിതരായി തഥാ. മുമ്പെങ്ങും ഇത്രയും ഘോരമായ പോർ കണ്ടതില്ല നാം. ദേവർഷിമാരും ഗന്ധർവോരഗ കിന്നരയക്ഷരും അപ്സരശ്ചാരണന്മാരും അദ്ഭുതം പൂണ്ടിതേറ്റവും. കാണാനണഞ്ഞൊരാ നാരദർശി പർവ്വതനോടുടൻ ചൊന്നാനീ മട്ടിലുണ്ടായില്ലൊരു പോർ മുമ്പൊരിക്കലും. വൃത്രൻ താരകനീയുള്ളോർ തൻ പോരുമിതിനൊത്തിടാ. മധുകൈടഭരോടുള്ള പോരുണ്ടിതിനു തുല്യമായി. സിദ്ധനദ്ഭുത കർമാവാം നാരായണനു തുല്യമായി നിന്നേവം പടവെട്ടുന്നൊരിവൻ ശൂരൻ മഹാബലൻ. വ്യാസൻ: രാവും പകലുമെന്നുള്ള ഭേദമന്യേ നിരന്തരം ചെയ്താർ ദാരുണമാം യുദ്ധം ദൈത്യനും മുനിവീരരും. പ്രഹ്ലാദൻ തൻ ധനുസ്സൊറ്റ ശരത്താൽ ഹരി തത്ക്ഷണം മുറിച്ചിട്ടാൻ തഥാ വേറൊന്നെടുത്താൻ ദാനവേന്ദ്രനും. നാരായണൻ മറ്റൊരമ്പാൽ ലഘുഹസ്തതയൊത്തുടൻ മുറിച്ചു വിട്ടാനാവില്ലും നടുവേ രണ്ടു തുണ്ടമായി. ഓരോ വില്ലും മുറിഞ്ഞപ്പോൾ ഓരോ പുതിയ വില്ലുമായി അണഞ്ഞു ദൈത്യനപ്പപ്പോൾ മുറിച്ചു ഹരിയൊക്കെയും. വിൽമുറിഞ്ഞേര മദ്ദൈത്യൻ പരിഘം കയ്യിലേന്തിനാൻ എറിഞ്ഞു ധർമ്മജൻ തൻ്റെ മാറിലേക്കതു കോപവാൻ. ചീറിപ്പാഞ്ഞെത്തുമാഘോര പരിഘം ബലവാൻ ഹരി 9 അമ്പാൽ തകർത്തെയ്തു 10 ദാനവന്റെ മേൽ. ഇരുമ്പിൻ ഗദയൊന്നേന്തി ദൈത്യേന്ദ്രനതികോപിയായി നാരായണൻ തൻ കാൽമുട്ടിൻ നാഞ്ഞടിച്ചാനതിദ്രുതം. ഉറച്ചു നിന്നാൻ ഗദതൻ തല്ലേറ്റും മലപോൽ ഹരി. തൊടുത്തു വീണ്ടുമൂക്കേറും ധർമ്മപുത്രൻ ശരോത്കരം. ഭഗവാൻ ദാനവേന്ദ്രൻ തൻ ഗദ ഖണ്ഡിച്ചു വീഴ്ത്തവേ വാനിൽ പ്രേക്ഷകരായി നിന്നോർ പൂണ്ടാർ വിസ്മയമെത്രയും. വേലും കയ്യേന്തിയുടനാ പ്രഹ്ലാദൻ ശത്രുതാപനൻ നാരായണൻ തൻ മാറത്തേക്കെറിഞ്ഞാൻ ദുഷ്ടനൊക്കൊടും. വേലിൻ വരവു കണ്ടൊറ്റ ശരത്താലതു താപസൻ ഏഴായി മുറിച്ചാൻ കളിയായി 7 അമ്പെയ്തിതു പിന്നെയും. നടന്നിതിമ്മട്ടു യുദ്ധമൊട്ടേറെ ദിവ്യവത്സരം ഏവർക്കും അത്യാശ്ചര്യത്തെ ജനിപ്പിക്കും വിധം നൃപാ. ശംഖചക്രഗദാപദ്മങ്ങളെ 4 കരങ്ങളിൽ പൂണ്ടുമഞ്ഞത്തുകിലുമായി സാക്ഷാൽ പൂമകൾ തൻവരൻ. പ്രഹ്ലാദൻ തന്നാശ്രമത്തിലന്നു പെട്ടെന്നണഞ്ഞുടൻ ഭാഷണം ചെയ്വതായി കണ്ടു ഭക്തനാം ദാനവോത്തമൻ. കുമ്പിട്ടു തൊഴുതീവണ്ണം ചൊന്നാൻ പ്രഹ്ലാദനും തഥാ. ദേവദേവ ജഗന്നാഥ ഭക്തവത്സല മാധവാ, എന്തെനിക്കത്താപസരെ ജയിക്കാൻ കഴിയാത്തതും ദിവ്യം വർഷശതം താൻ ഞാനിവരോടേറ്റു ചെയ്തു പോൽ. തോറ്റില്ലെന്നിട്ടുമിക്കൂട്ടരെന്തതിൽ പരമദ്ഭുതം. വിഷ്ണു: എന്നംശജന്മാർ സിദ്ധന്മാർ ജിതാത്മാക്കൾ ഋഷീശ്വരർ നരനാരായണന്മാരാണവരെന്തിതിലദ്ഭുതം. പോക നീ വിതലം പൂണ്ടുകൊൾകെന്നിൽ ഭക്തി നിശ്ചലം. ഇത്താപസന്മാരോടേതും വൈരം വയ്ക്കൊല്ല മന്നവാ. വ്യാസൻ: ഏവം നിർദ്ദിഷ്ടനായി പോയാൻ പ്രഹ്ലാദൻ ദൈത്യരൊത്തുടൻ. നരനാരായണന്മാരോ
ബാണാർ വീണ്ടും തപസ്സിലും. 9-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. ഓം ജഗദംബായേ നമഃ.